മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യവും ധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് അല്പസമയങ്ങളിൽ തിരുവചനത്തിൻ്റെ ശ്രദ്ധയിലായിരിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-15 വാക്യങ്ങളിലാണ് സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗം നാം വായിച്ച വേദഭാഗം ആമേൻ സ്തോത്രം കൊടുത്തിരിക്കുന്നു. നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവസഭയെ കുറിച്ചാണ്. എന്താണ് ദൈവസഭ? സഭയിൽ കടന്നു പോകുന്നുണ്ടെങ്കിലും സഭയുടെ ആമേൻ സ്തോത്രം ദൈവിക അധികാരത്തെക്കുറിച്ചും സഭയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണ് സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്നും ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുവാൻ വേണ്ടി പോകുകയാണ്. എന്താണ് സഭ? സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എന്താണ്? പഴയ നിയമസഭയും പുതിയ നിയമസഭയും തമ്മിൽ ഒത്തിരി അന്തരമുണ്ടെങ്കിലും ഇന്ന് പകലിൽ പുതിയ നിയമ വെളിച്ചത്തിൽ പുതിയ നിയമസഭയെക്കുറിച്ച് അവൻ പ്രതിപാദിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ഒന്നിച്ച് കൂടി വന്ന് ആരാധിക്കുന്ന ആരാധനകൾ, ആമേൻ സഭയായി കൂടി വരുന്ന കൂട്ടായ്മകൾ, എന്താണ് സഭ എന്നതിനെ കുറിച്ചാണ് ഇന്ന് പകലിൽ നാം ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത്. സഭ ആമേൻ സ്തോത്രം കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണ്. ശത്രുവിന് എപ്പോഴും കയറി വരാൻ കഴിയുന്ന ഒരിടമല്ല. ദുഷ്ടന് ഇരിക്കുവാനുള്ള ഇടമല്ല. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ ഇരിക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആമേൻ സഭയ്ക്കകത്ത് അനുവദനീയമല്ല. ആമേൻ അതിനെ സഭയെന്ന് വിളിക്കുവാനായി സാധ്യമല്ല. കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ തന്റെ ജനം ഒന്നിച്ച് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കൂടി വരുന്ന ആത്മാവിന്റെ കൂട്ടായ്മയുടെ പേരാണ് ദൈവസഭ എന്ന് പറയുന്നത്. എന്നാൽ ദൈവസഭയുടെ പ്രത്യേകതകളെ കുറിച്ച് ഇന്ന് നാം ചിന്തിക്കുന്നു. പഴയ നിയമത്തിലെ ആമേൻ സ്തോത്രം ആലയത്തിനകത്ത്, പഴയ നിയമത്തിന്റെ ആലയത്തിനകത്ത് ആമേൻ സ്തോത്രം കുരുടൻ വെളിയിലിരിക്കുകയാണ്. ആലയത്തിന്റെ വെളിയിൽ ഇരിക്കുകയാണ് കുരുടൻ. സ്തോത്രം ആലയത്തിന്റെ വെളിയിൽ ഇരിക്കുകയാണ് കുരുടൻ. സ്തോത്രം 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 ആലയത്തിന്റെ വെളിയിൽ ഇരിക്കുകയാണ് കുരുടൻ. സ്തോത്രം ആലയത്തിന്റെ വെളിയിൽ ഇരിക്കുകയാണ് കുരുടൻ. ആലയത്തിന്റെ വെളിയിൽ ഇരിക്കുന്ന കുരുടനെ സ്തോത്രം ഹല്ലേലൂയ. ആലയത്തിന്റെ വെളിയിൽ ഇരിക്കുന്ന കുരുടനെ സ്തോത്രം പള്ളിക്കകത്തേക്ക് കയറ്റുന്ന തലമാണ് ആമേൻ സഭ എന്ന് പറയുന്നു. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. ആമേൻ സ്തോത്രം ആമേൻ ആലയത്തിനകത്തിരിക്കുന്ന കുരുടൻ എന്നും ആലയത്തിന് പുറത്തു മാത്രമേ, ആലയത്തിന് പുറത്തിരിക്കുന്ന കുരുടൻ എന്നും ആലയത്തിന് പുറത്തു മാത്രമേ ഇരിക്കാറുള്ളൂ. എന്നാൽ സഭ എന്ന് പറയുന്നത് കുരുടന്മാർ ആലയത്തിന് പുറത്തല്ല, ആലയത്തിനകത്ത് വിടുതൽ പ്രാപിച്ച് ആത്മാവിൽ സന്തോഷിക്കുന്ന ഇടത്തിന്റെ പേരാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുട്ടന്തനായ മനുഷ്യൻ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നു. അത് ആ പള്ളിയുടെ പ്രത്യേകതയാണ്. ആമേൻ കുരുടൻ ഭിക്ഷയാചിച്ചു കൊണ്ട് വെളിയിലിരിക്കും. സഭയുടെ പ്രത്യേകത കുരുടൻ പുറത്തിരിക്കാറില്ല. ആമേൻ കുരുടൻ വിടുതൽ പ്രാപിച്ചുകൊണ്ട്, ആ മനുഷ്യൻ വിടുതൽ പ്രാപിച്ചുകൊണ്ട് പള്ളിക്കകത്തെ കൂടി കയറി സന്തോഷത്തോടെ ഒന്നിച്ച് ആരാധിക്കുന്ന കണ്ടപ്പോൾ ആമേൻ ജനം ചോദിച്ചു, ഇവൻ ആമേൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന മനുഷ്യനല്ലേ, ഇവൻ എങ്ങനെ ഈ വിടുതൽ ഉണ്ടാകുന്ന? അതാണ് ആമേൻ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒന്നിച്ച് ആരാധിക്കുന്ന ഇടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുന്ന ഇടത്തെയാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഇവിടെ വായിച്ച വേദഭാഗത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പദം കുടുംബമെന്നാണ്. സഭ ഒരു കുടുംബമാണ്. ആമേൻ ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന വണ്ണം സഭ ഒരു കുടുംബമാണ്. ആമേൻ സ്തോത്രം. അതാണ് ആമേൻ സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന
കൊടുത്തിരിക്കുന്ന പദം എന്ന് പറയുന്നത്. അത് നിമിത്തം നാം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. സഭ എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം 4 ചുവരിനകത്ത് ഒതുങ്ങാനുള്ള ഒന്നല്ല. സഭ എന്ന് പറയുന്നത് ഏകാധിപത്യ ഭരണം നടത്തുവാനുള്ള ഇടമല്ല. സഭ എന്ന് പറയുന്നത് സഭാ കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള സഭയ്ക്കകത്തുള്ള എല്ലാവർക്കും അവരുടേതായ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവരുടേതായ കാര്യങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഇടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പം അന്യോന്യം വിശ്വസിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇടമാണ് സഭ. അതാണ് നാം വായിച്ച വേദഭാഗം. എഫേസ്യ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു സഭ ഒരു കുടുംബമാണ്. അതുകൊണ്ടാണ് അവൻ തിരുവചനത്തിൽ പറയുന്ന കുടുംബത്തെ നന്നായി പരിപാലിക്കാൻ കഴിയാത്തവൻ സഭയെ എങ്ങനെ പരിപാലിക്കും എന്ന് പറയുന്നത്. അപ്പം സഭ കുടുംബമാണ്. അവൻ കുടുംബത്തിനകത്തെ ഓരോ വ്യക്തികൾ എന്ന വണ്ണം സഭയ്ക്കകത്ത് വരുന്ന ഓരോ വ്യക്തികളും പരസ്പരം വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അന്യോന്യ ആത്മീക വർധനവിന് ഉതകുന്നതാണ്. കൃപയോടുകൂടിയത് ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായ ആത്മാവിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് ആത്മാവിൽ വിടുതൽ പ്രാപിച്ച് ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ സന്തോഷിക്കുന്നതിന്റെ ഇടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. സ്തോത്രം. സഭയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സഭയ്ക്കകത്ത് മുടന്തനില്ല, സഭയ്ക്കകത്ത് കുരുടറില്ല, സഭയ്ക്കകത്ത് ക്ഷയരോഗികളില്ല, സഭയ്ക്കകത്ത് ആമൻ കരയുന്നവരില്ല, സഭയ്ക്കകത്ത് വിലപിക്കുന്നവരില്ല. ആമൻ ഇതൊന്നും സഭയല്ല. സഭയ്ക്കകത്ത് ആമൻ സ്തോത്രം സന്തോഷിക്കുന്നവനാണ് ആമൻ ഉള്ളത്. ആമൻ നിന്റെ കണ്ണിലെ കണ്ണുനീർ അവൻ തുടച്ചു കളയും. നിന്റെ ദുഃഖത്തെ അവൻ സന്തോഷമാക്കി മാറ്റും. നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി മാറ്റും. കണ്ടോ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു കുരുടന്റെ സ്ഥാനം പള്ളിക്ക് പുറത്തായിരുന്നു. എന്നാൽ വിടുതൽ കിട്ടിയ കുരുടന്റെ സ്ഥാനം പള്ളിക്ക് പുറത്തല്ല, സഭയ്ക്കകത്ത് ദൈവമക്കളോട് ചേർന്ന ആത്മാവിൽ കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഇടത്തിന്റെ പേരാണ് ദൈവസഭ എന്ന് പറഞ്ഞാൽ വിടുതൽ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ഒരു പറ്റം ജനത്തിന്റെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ പദം, സഭയെ കുറിച്ചുള്ള ആദ്യത്തെ പദം സഭ ഒരു കുടുംബമാണ്. അവൻ ഏകാധിപത്യ ഭരണം നടത്തുന്ന ഒരിടമല്ല സഭ, മറിച്ച് സഭ ഒരു കുടുംബമാണ്. അടുത്ത പദത്തിലേക്ക് വേഗത്തിൽ പോകട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരാം. 42 മുതൽ 45 വരെയുള്ള വേദഭാഗങ്ങൾ. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 42 മുതൽ 45 വായിച്ചാണ്. ശ്രദ്ധിച്ച് ചെയ്യണം. ഇനിയും ആമേൻ സഭയുടെ ഡോക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട്, 1 ഉപദേശം കേട്ട്, 2 കൂട്ടായ്മ ആചരിച്ച്, 3 അപ്പം നുറുക്കി, 4 പ്രാർത്ഥന കഴിച്ചു, 3 ഈ 4 കൂട്ടം കാര്യങ്ങളും എവിടെയെല്ലാം ഉണ്ടോ അതാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. സഭയ്ക്കകത്ത് വേണ്ടുന്ന 4 കാര്യങ്ങളാണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്ന. ഈ അപ്പോസ്തലന്മാർ ഒന്ന് വായിച്ച ആ ഭാഗം. അപ്പോസ്തലന്മാരുടെ ഉപദേശം വെളിപ്പെടുന്ന ഇടമാണ് സഭ. സഭയ്ക്കകത്ത് 4 കാര്യങ്ങൾ വേണം. 1 അപ്പോസ്തലന്മാരുടെ ഉപദേശം വേണം, 2 കൂട്ടായ്മ വേണം, 3 അപ്പം നുറുക്കൽ ഉണ്ടായിരിക്കണം, 4 പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഈ 4 കാര്യങ്ങളും സഭയ്ക്കകത്തില്ലെങ്കിൽ അതിനെ ഒരു സഭ എന്ന് പറയാൻ കഴിയത്തില്ല. ഈ 4 കാര്യങ്ങളും ഉള്ളതിനെയാണ് ദൈവസഭ എന്ന് പറയുന്നത്. ആദ്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു സഭ ഒരു കുടുംബമാണ്. 2 പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ആമേൻ സ്തോത്രം സുവിശേഷകൻ പറയുകയാണ് സഭ ഒരു കൂട്ടായ്മയാണ്. അതെ, സഭ ഒരു കൂട്ടായ്മയാണ്. കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം. അതുപോലെയാണ് കൂട്ടായ്മ. ആമേൻ ആമേൻ സ്തോത്രം 10 പേർ ഒന്നിച്ചു കൂടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഇടമാണ് കൂട്ടായ്മ. എന്താ കൂട്ടായ്മ എന്നതറിയാമോ? എന്താണ് കൂട്ടായ്മ? കൂട്ടായ്മ എന്ന പദത്തിന്റെ അർത്ഥം അറിയാമോ? 2 പദങ്ങൾ അതിനോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പങ്കിടപ്പെടുന്ന അനുഭവമാണ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ. അതാണ് ആദിമസഭയിൽ വെളിപ്പെട്ടത്. അപ്പോസ്തലന്മാർ ഒന്നും തങ്ങളുടെ എന്ന് പറയാറ് എല്ലാം പുതുവക എന്ന് നികണ്ടോ. ഉള്ളവൻ ഇല്ലാത്തവൻ എന്നൊരു തസ്തിക അവൻ സഭയ്ക്കകത്തില്ലായിരുന്നു.
എല്ലാവരും സകലതും പുതുവക എന്നെണ്ണിക്കൊണ്ട് അവർ ആത്മാവിൽ ഒന്നിച്ച് സന്തോഷിച്ച ഇടത്തിന്റെ പേരാണ് ദൈവസഭ എന്ന് പറയുന്നത്. സഭയ്ക്കകത്ത് പങ്കുവെപ്പലില്ലെങ്കിൽ സഭ ഒരു കൂട്ടായ്മയല്ല. ആമീൻ. സഭയ്ക്കകത്ത് കൂട്ടായ്മ വെളിപ്പെടുന്നില്ല. സഭയ്ക്കകത്ത് പങ്കുവെക്കലിന്റെ അനുഭവം ഉളവാകുമ്പോഴാണ് ആമീൻ സഭയ്ക്കകത്ത് കൂട്ടായ്മ ഉണ്ടാകുന്നത്. ആമീൻ. സ്തോത്രം. അടുത്ത പദം ആമീൻ. സ്തോത്രം. സഭയ്ക്കകത്ത് കൂട്ടായ്മയുള്ള സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ട രണ്ടാമത്തെ പദം സഹകരണമാണ്. പരസ്പരം സഹകരിച്ചു പോകാൻ കഴിയുന്നില്ലെങ്കിൽ സഭയ്ക്കകത്ത് കൂട്ടായ്മ വെളിപ്പെടത്തില്ല. കൂട്ടായ്മ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. കൂട്ടായ്മ സഭയ്ക്കകത്തുണ്ടെങ്കിൽ അതിനകത്ത് പങ്കുവെക്കലിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. എന്റേത് എന്റേത്, നിന്റേത് നിന്റേതെന്നില്ല, എല്ലാം പുതുവക എന്നെണ്ണിയതുപോലെ സകലതും അവർക്ക് പുതുവകയായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഉള്ളവനും ഇല്ലാത്തവനും എന്നൊരു വേർതിരിവ് സഭയ്ക്കകത്തുണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം സഭയ്ക്കകത്ത് കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. സഭയ്ക്കകത്ത് ഒരാൾ പറയുന്ന വാക്ക് മറ്റൊരാൾക്ക് അത് സ്തോത്രം മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അതിനേക്കാളും 2 മടങ്ങ് വലിപ്പമുള്ള മറ്റൊരു പദം പറയുന്നതിന്റെ പേരും സഭ എന്നല്ല. ആ സഭയ്ക്കകത്ത് കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. ഒരാൾ ഒരു പദം പറയുമ്പോൾ അതിനൊത്തവണ്ണം സഹകരിക്കുന്നതിന്റെ പേരാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പം കൂട്ടായ്മ ആചരിക്കുന്ന സഭയുടെ പ്രത്യേകത അന്യോന്യം പങ്കുവയ്ക്കപ്പെടുകയും അന്യോന്യം പങ്കിടപ്പെടുകയും ഒന്നിച്ച് സഹകരിച്ച് മുന്നേറുകയും ചെയ്യുന്ന ഒരാത്മതലമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പദം സഭ എന്ന് പറയുന്നത് ഏകാധിപത്യ ഭരണം നടത്തുന്ന ഒരിടമല്ല സഭ. സഭ കുടുംബമാണ്. കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രാധാന്യമുള്ളെന്ന് പറഞ്ഞതുപോലെ സഭയ്ക്കകത്ത് വരുന്ന ഏത് വ്യക്തിക്കും ആമേൻ സ്തോത്രം ഏത് വർഗത്തിൽപ്പെട്ടവനും വർണ്ണത്തിൽപ്പെട്ടവനും ഏത് വിഭാഗത്തിൽപ്പെട്ടവനും ഉയർന്നവനും താഴ്ന്നവനും എന്നൊന്നുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ശബ്ദം ഉയർത്താൻ കഴിയുന്ന ഇടം ദൈവസഭയാണ്. ആമേൻ സ്തോത്രം. 2 കുടുംബം അങ്ങനെയാണല്ലോ. എല്ലാവർക്കും അവരുടേതായ ശബ്ദമുണ്ട്. സഭയ്ക്കകത്തും എല്ലാവരും ഒന്നാക്കപ്പെടുമ്പോഴാണ് എല്ലാവർക്കും പറയുവാൻ ശബ്ദമുണ്ടാകുന്നത്. രണ്ടാമത്തെ പദം കൂട്ടായ്മയാണ്. സഭ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരണം. സഭയ്ക്കകത്ത് പങ്കുവെക്കലില്ലെങ്കിൽ, സഭയ്ക്കകത്ത് സഹകരണമില്ലെങ്കിൽ മടങ്ങി വരിക ദൈവത്തിന്റെ പ്രമാണത്തിലേക്ക്, ദൈവമാക്കിയിരിക്കുന്ന ദൈവസഭയുടെ വ്യവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ ദൈവസഭയെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം എത്തപ്പെടുമ്പോൾ ഇന്ന് പകൽ മറന്നു പോകരുത്. നമ്മുടെ സഭയെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ചില സ്ഥാനങ്ങളുണ്ട്, ചില അധികാരങ്ങളുണ്ട്. അത് മറന്നാണ് സഭയുടെ പോക്കെങ്കിൽ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ആഹ്വാനം ചെയ്യുക. അടുത്ത പദത്തിലേക്ക് പോകാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ശരീരമൊന്ന്, അവയവം പലത്, ശരീരത്തിന്റെ അവയവം സ്തോത്രം. ക്രിസ്തുവാണ് സഭ എന്ന് പറയുന്നത്. ആ സഭ ഒരു ശരീരം പോലെയാണ്. 27-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമായത് എപ്പോഴാണ്? കർത്താവിന്റെ മേശയിൽ നിന്ന് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാകുന്ന കർത്താവിന്റെ മേശയിൽ നിന്നും ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും അവന്റെ ശരീരത്തോട് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുകയാണ്, ഏകീഭവിക്കുകയാണ്. സ്തോത്രം. 3-ാമത്തെ പദം സഭ എന്ന് പറയുന്നത് ഒരു ശരീരമാണ്. ആ ശരീരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നത്. ആ ശരീരത്തിനകത്തുള്ള അവയവങ്ങളാണ് സഭയ്ക്കകത്ത് വരുന്ന ഓരോ വ്യക്തികളും. എന്ന് പറഞ്ഞാൽ
സഭയ്ക്കകത്ത് വരുന്ന ഓരോ വ്യക്തികളും എന്ന് സ്തോത്രം മറന്നു പോകരുത്. സഭ ഒരു ശരീരമാണ്. സ്തോത്രം. അന്യോന്യം ദയ കാണിക്കുന്ന ഒരിടം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങളും ഒന്നിച്ച് സംഘടിച്ചിരിക്കുന്ന, ഒന്നിച്ചു പ്രവർത്തിക്കുന്ന ഇടമാണ് ശരീരം എന്ന് പറയുന്നത്. ഇതുപോലെ ദൈവസഭയ്ക്കകത്ത് എല്ലാ അംഗങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരിടമായി മാറുമ്പോഴാണ് സഭ ദൈവത്തിന്റെ ശരീരത്തോട് അനുരൂപപ്പെട്ടിരിക്കുന്നത്. ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെ വെട്ടി ഒരാൾ തെക്കോട്ടെങ്കിൽ മറ്റൊരാൾ വടക്കോട്ട് എന്നുള്ള നിലയിൽ ഇരിക്കുമ്പോഴാണ് സഭ ഒരു ശരീരമാകാൻ കഴിയാത്ത നിലകളിലേക്ക് അസ്തമിച്ചു പോകുന്നത്. ഇന്ന് പകലിൽ മറന്നു പോകരുത്, അവന്റെ ശരീരം തകർത്ത് അവന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് ദൈവം നമുക്ക് നൽകിയത് അവന്റെ ശരീരത്തോട് കൂട്ടായ്മ കാണിച്ച് ദൈവത്തിന്റെ സഭ എന്ന ആത്മാവിന്റെ മർമ്മത്തിലേക്ക് മടങ്ങി വരാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ മൂന്നാമത്തെ പദം, സഭ ഒരു ശരീരമാണ്. ശരീരം എന്ന് പറയുമ്പോൾ കലഹിക്കാത്ത ഇടം, വഴക്കുണ്ടാക്കാത്ത ഇടം, അതാണ് സഭ എന്ന് പറയുന്നത്. നമ്മുടെ കൈ വഴക്കുണ്ടാക്കാറുണ്ടോ? നമ്മുടെ കാല് വഴക്കുണ്ടാക്കാറുണ്ടോ? നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവം എന്നാ നീ പ്രവർത്തിച്ചോ, ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ടോ? ഇതൊന്നും ഇല്ലാത്ത ഇടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതിനെയാണ് സ്തോത്രം സഭ ഒരു ശരീരം എന്ന് പറയുന്നത്. കൈ പ്രവർത്തിക്കുമ്പോൾ കാല് പ്രവർത്തിക്കുന്നു, കാല് പ്രവർത്തിക്കുമ്പോൾ ചിന്താമണ്ഡലങ്ങൾ പ്രവർത്തിക്കുന്നു, ഹൃദയത്തിൽ പല വിചാരങ്ങൾ വരുന്നു. തലയ്ക്കകത്ത് പല സ്തോത്രം കൈയോട് പ്രവർത്തിക്കാൻ പറയുന്നു. എല്ലാ കാര്യങ്ങളും ശരീരത്തിനകത്ത് ഒരുപോലെ സജ്ജമാകുന്നതിന്റെ കാരണം എല്ലാം പരസ്പരം ഒരു സഹകരണത്തോടെയാ പോകുന്നത്. അല്ലാതെ കൈ പറയേ ഇന്ന് ഞാൻ ചലിക്കുന്നില്ല, ഇന്ന് ഞാൻ ഹോളിഡേ എന്ന് പറഞ്ഞ് എന്നെങ്കിലും നിങ്ങളുടെ കൈ ഇരിക്കാറുണ്ടോ? ഇല്ല. കൈ ചലിച്ചേ മതിയാകൂ, കാല് ചലിച്ചേ മതിയാകൂ. ഇതുപോലെയാണ് ദൈവസഭ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹകരിച്ച് പരസ്പരം ദയ കാട്ടി പോകുന്ന ഇടമാണ് സഭ. ഇതിന്റെ ഇടയ്ക്ക് കൈ ചലിക്കുന്നില്ല എന്ന് സഭയിലെ ഒരാൾ പറയുമ്പോൾ, ഞാൻ വരുന്നില്ലെന്ന് പറയുമ്പോൾ, ഞാൻ മിണ്ടുന്നില്ലെന്ന് പറയുമ്പോൾ, ഞാനത് ചെയ്യത്തില്ലെന്ന് പറയുമ്പോൾ, ഞാൻ സ്തോത്രം അങ്ങനെ ഭിന്നാഭിപ്രായങ്ങൾ സഭയ്ക്കകത്ത് ഉടലെടുത്ത് അത് ശണ്ടയിലേക്കും വഴക്കിലേക്കും പോകുമ്പോൾ ഓർക്കുക, സഭ ദൈവത്തിന്റെ ശരീരത്തിൽ നിന്നും എത്രയോ ദൂരം അന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഭയ്ക്കകത്ത് കലഹമുണ്ടാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം സഭ ദൈവിക ശരീരത്തിലേക്ക്, ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നും എത്രയോ അകന്നിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെങ്കിൽ അതിനകത്ത് കലഹമുണ്ടാകത്തില്ല, അതിനകത്ത് വഴക്കുണ്ടാകത്തില്ല, അതിനകത്ത് പ്രശ്നങ്ങൾ ഉടലെടുക്കത്തില്ല. പരസ്പരം ദയ കാണിക്കുന്ന ഇടമാണ്, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇടമാണ്. ദൈവരാജ്യത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭ എന്ന് പറയുന്നത്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ അതരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ ഏത് വാക്യം വായിച്ച? 4-ാമത്തെ അധ്യായം, എഫെസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം അധ്യായം. സ്വതം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ. ക്രിസ്തു എന്ന സ്തോത്രം, ക്രിസ്തു എന്ന മൂലക്കല്ലായിരിക്കെ പ്രവാചകനും അപ്പോസ്തലനും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്നു. അടുത്ത പദം സഭ ഒരു ഭവനമാണ്. ഒന്നുകൂടെ വായിക്കാമോ ആ വേദഭാഗം? സ്വതം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ, കണ്ടോ, നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും
കണ്ടു, ഒരു പണിക്കായിട്ട് ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുക. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന പണിക്കകത്ത് നിങ്ങളെ പണിതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഭ ഒരു വീടാണ്. ഹല്ലേലൂയ. സഭ ഒരു വീടാണ്. എഫെസ്യർ 2-ാം അധ്യായത്തിൽ ലേഖനകർത്താവായ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സഭ പണിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് അല്ല, ഒരു ഭവനം പോലെയാണ്, ഒരു വീട് പോലെയാണ്. എന്താണ് വീടിന്റെ പ്രത്യേകത? 3 തലങ്ങൾ. വീടിനകത്ത് സന്തോഷമുണ്ടായിരിക്കും. 2, വീടിനകത്ത് താഴ്മയുണ്ടായിരിക്കും. 3, ബഹുമാനമുണ്ടായിരിക്കും. ഈ 3 തലങ്ങളും കൂടെ കൂടി സ്തോത്രം ഇണ ചേരുന്ന സ്ഥലമാണ് വീടെന്ന് പറയുന്നത്. സഭയെ ഒരു വീടിനോട് യുക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, ഹല്ലേലൂയ. ശരീരം എന്ന് പറഞ്ഞു, ശരീരത്തിന്റെ ഒരു അവയവം മറ്റേ ഒരു അവയവത്തോട് ഒന്നിച്ചിരിക്കുന്നത് പോലെ നമ്മെ പണിതിരിക്കുന്നു. നാം ദൈവത്തിന്റെ ശരീരം എന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത പദം സഭ ഒരു വീടാണ്. എങ്ങനെയാണ് വീടായിത്തീരുന്നത്? സ്തോത്രം, ഒരു വീട് പണിയണമെങ്കിൽ കട്ടയും സ്തോത്രം കമ്പിയും സിമെന്റും ഒക്കെ ഒന്നിച്ചു ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിച്ച് ഒന്നിച്ച് സെറ്റ് ആകുമ്പോഴാണ് മനോഹരമായ ഒരു വീടായി പണിതെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്നിച്ചു ചേർന്ന് ഒന്നിച്ച് പണിയപ്പെടുമ്പോഴാണ് സഭ ഒരു ഭവനമായി മാറുന്നത്. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഒന്നിച്ച് ചേർന്ന് ഒന്നിച്ച് പണിയപ്പെടണം. അപ്പോഴാണ് ദൈവസഭ ഒരു ഭവനമായി ഒരു വീടായി മാറുന്നത്. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഫെസ്യർ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് പോകാം. 4-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. എഫെസ്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. 5 തലത്തിലുള്ള 5-fold മിനിസ്ട്രി. പുതിയ നിയമ ദൈവസഭയ്ക്കകത്തെ ഡോക്ടറിൻ ഞാൻ പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, അപ്പം നുറുക്കുക, കൂട്ടായ്മ ആചരിക്കുക, പ്രാർത്ഥന കഴിക്കുക. ഇതാണ് അപ്പോസ്തലന്മാരുടെ ഡോക്ടറിൻ, സഭയുടെ ഡോക്ടറിൻ എന്ന് പറയുന്നത്. എന്നാൽ സഭയ്ക്കകത്ത് വെളിപ്പെടുന്ന 5-fold മിനിസ്ട്രി, ഹല്ലേലൂയ, 5 വിധത്തിലുള്ള ശുശ്രൂഷയുടെ തലങ്ങൾ, ശുശ്രൂഷക്കാർ. ആ ശുശ്രൂഷയാണ് നാം വായിച്ച വേദഭാഗത്തിനകത്ത് വെളിപ്പെട്ടു വന്നത്. എന്താണ് ഇവിടെ സഭയെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? സഭ ഒരു സ്കൂളാണ്, ഒരു പഠനശാലയാണ് സഭ. അതെ അതെ അതെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനം എത്ര ധ്യാനിച്ചാലും പുതിയ 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 വെളിപ്പാടുകൾ പ്രാപിക്കുന്നത് പോലെ സഭ ഒരു പഠനശാലയാണ്. ഈ പഠനശാലയുടെ പ്രത്യേകത, എത്ര പഠിച്ചാലും മതി വരികയില്ല, എത്ര പഠിച്ചാലും പഠനം തീരുകയില്ല. പഠിച്ചുകൊണ്ടിരിക്കും തോറും അറിവ് കൂടിക്കൊണ്ടിരിക്കും. വായിച്ചുകൊണ്ടിരിക്കും തോറും വചനം ഹൃദയത്തിൽ സംഗ്രഹമായിരിക്കും. ഇതുപോലെയാണ് സ്കൂളിന്റെ പ്രത്യേകത. ഇവിടെ വചനം പഠിക്കാൻ തുടങ്ങിയാൽ അതിന് ഒരു സ്റ്റോപ്പില്ല, നോൺ സ്റ്റോപ്പ് ആണ്. മരണത്തിന്റെ തൊട്ട് മുമ്പ് വരെയുള്ള നിമിഷം, പ്രാണൻ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന നിമിഷത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷം വരെയും വചനം പഠിക്കുന്ന ഒരു വ്യക്തിയായി സ്തോത്രം നമുക്ക് സാധിക്കും. ഒരിക്കലും വചന പഠനത്തിന് അവസാനം ഉണ്ടാകുന്നില്ല. 10 വർഷമോ 5 വർഷമോ 15 വർഷമോ 20 വർഷമോ ഉള്ള പഠനം കൊണ്ട് പഠനം പൂർത്തിയാകുന്നില്ല. മറിച്ച് ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപിരിയുന്നതിന് സ്തോത്രം മിനിറ്റുകൾക്ക് മുമ്പ് വരെ പഠിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പഠനം തുടരുന്ന ഒരവസ്ഥയുടെ പേരാണ് തിരുവചനം എന്ന് പറയുന്നത്. അതാണ് സഭയുടെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സ്കൂളിന്റെ പ്രത്യേകത എന്താണ്? കുടിവെരിപ്പുകൾ ഒഴിവാക്കാതെ ആത്മീക വർധനവ് വരുത്തുന്നതിന്റെ പേരാണ് സ്കൂള്. എന്താണ് സ്കൂള്? മനസ്സിലായോ? കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി. എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? സ്കൂളിൽ പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം അവർക്ക് നല്ല കൂട്ടുകാരെ കിട്ടാൻ, നല്ല സ്വഭാവത്തിൽ വളരാൻ, 3 നല്ല അധ്യാപകരിൽ നിന്നും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ഭാവിയിൽ നല്ല തലമുറകളായി വളരുവാൻ വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിൽ വിടുന്നത്. ദൈവസഭ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു കൂടിവരവുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂളിന് കൂടിവരവുണ്ടെന്ന് പറയുന്നത് പോലെ രാവിലെ 10
10 മുതൽ വൈകിട്ട് 5 വരെ സമയമുണ്ടെന്ന് പറയുന്നത് പോലെ ദൈവസഭയുടെ കൂടിവരവുകളാണ് ഞായറാഴ്ചത്തെ ആരാധന, അത് കഴിഞ്ഞുള്ള കോട്ടേജ് മീറ്റിംഗ്, അത് കഴിഞ്ഞുള്ള ഏരിയ മീറ്റിംഗ്, അത് കഴിഞ്ഞുള്ള പ്രയർ സെല്ലുകള്, അത് കഴിഞ്ഞുള്ള ഉപവാസ പ്രാർത്ഥനകള്. ഈ കൂടിവരവുകളിൽ ഒന്നും മുടങ്ങാതെ കടന്നു വന്ന് ഒന്നിച്ച് സംബന്ധിക്കുന്നതിന്റെ പേരാണ് സ്കൂൾ എന്ന് പറയുന്നത്. സംബന്ധിക്കുക മാത്രമല്ല, അവിടെ പ്രസംഗിക്കുന്ന ദൈവദാസനിൽ നിന്ന് പറയപ്പെടുന്ന വചനം ഹൃദയത്തിൽ കേട്ടുകൊണ്ട് എഴുതി വെക്കുന്നവർ എഴുതി വെച്ച് കേൾക്കുന്നവർ കേട്ട് ആരാധിക്കുന്നവൻ ആരാധിച്ചും ആത്മാവിൽ ബലപ്പെട്ട് പോകുന്നതിന്റെ ഇടമാണ് സ്കൂൾ എന്ന് പറയുന്നത്. അടുത്ത തലമുറ പറയാം, ഈ സ്കൂളിൽ വരുമ്പോഴാണ് ആത്മീക ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് ആത്മീക ബന്ധങ്ങളുടെ സ്തോത്രം പ്രത്യേകത? ആത്മീക ബന്ധങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ കൂടുതൽ കരുത്തരാക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആത്മീക ബന്ധങ്ങൾ സഭയ്ക്കകത്തു നിന്ന് പണിതെടുക്കുന്നതിന്റെ ഇടമാണ് സ്കൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ മറന്നു പോകരുത്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നത് പോലെയാണ് നാം ഓരോ സമയത്തും നാം ആലയത്തിനകത്തേക്ക് വരുന്നത്. എത്ര പഠിച്ചിട്ടും തീരാത്ത തിരുവചനത്തിന്റെ മാർമികമായ സത്യങ്ങൾ ആത്മാവിൽ പഠിക്കുവാൻ, ആമേൻ ആമേൻ ആമേൻ, കൂട്ടായ്മകളിൽ ഉത്സാഹമുള്ളവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം സഭയെ ഒരു സ്കൂളിനോട് ഉപമിക്കാൻ കാരണം. സ്തോത്രം, മരണം വരെ അല്ലെങ്കിൽ പരസഹായമില്ലാതെ സ്വന്തമായ ആലയത്തിൽ വരാൻ പറ്റുന്ന നാളുവരെയും നമ്മൾ ആലയത്തിൽ വരും. സ്തോത്രം. എന്തിനാണ് ആലയത്തിൽ വരുന്നത്? ഇന്ന് പ്രസംഗിച്ച വചനമായിരിക്കാം നാളെ പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് പ്രസംഗിച്ച വചനമായിരിക്കാം 2 വർഷം കഴിഞ്ഞ് പ്രസംഗിക്കുന്നത്. ഏത് വചനമാണെങ്കിലും കേൾക്കുന്ന വെളിപ്പാടുകൾക്ക് വ്യത്യാസമുണ്ട്, പ്രാപിക്കുന്ന ആത്മനിറവിന് വ്യത്യാസമുണ്ട്, പ്രാപിക്കുന്ന അഭിഷേകത്തിന് വ്യത്യാസമുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ മേൽ നാം ആത്മാവിൽ വളർത്തുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ തലങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതിന് വ്യത്യാസമുണ്ട്. അതാണ് ദൈവസഭയിൽ ഒരു സ്കൂളിനോട് ഉപമിച്ചിരിക്കുന്നത്. അടുത്ത പദത്തിലേക്ക് കടന്നു വരും. ഒരു പദം കൂടെ ഞാൻ കയറ്റി പറയട്ടെ. നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അന്നായിരുന്നു സ്കൂളിൽ പോകേണ്ട, വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഒരു ദിവസം പോലും ഇരുത്താറില്ല. അങ്ങനെയെങ്കിൽ ദൈവസഭ എന്ന സ്കൂളിനകത്ത് ഒരു ഞായറാഴ്ച പോലും, അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന പോലും സ്തോത്രം മുടക്കാതെ എല്ലാ പ്രാർത്ഥനകളിലും കഴിവുള്ള സമയങ്ങളെല്ലാം എല്ലാ പ്രാർത്ഥനകളിലും കടന്നു വന്ന് സംബന്ധിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന ഇടമാണ് സ്തോത്രം സ്കൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മടുത്തു പോകാതെ എല്ലാ പ്രാർത്ഥനകളിലും കടന്നു വന്ന് സംബന്ധിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത പദത്തിലേക്ക് പോകാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. നിങ്ങൾ തെറ്റിയുഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. സ്വതം ശ്രദ്ധിച്ചാണ്. നിങ്ങൾ തെറ്റിയുഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയിലും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സ്വതം. അടുത്ത പദം സഭ. പത്രോസ് പറയുകയാണ്, സഭ ഒരു ആട്ടിൻകൂട്ടമാണ്. സ്വതം. സഭ ഒരു ആട്ടിൻകൂട്ടമാണ്. 2 പദങ്ങൾ പറയുന്നു അവിടെ. വായിച്ച വേദഭാഗത്തിനകത്ത് ആദ്യത്തെ പദം, മുൻപേ നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളായിരുന്നു, എന്നാൽ ഇപ്പോഴോ ആത്മാവിന്റെ അധ്യക്ഷനിലേക്ക് നിങ്ങൾ തിരിഞ്ഞു വന്നിരിക്കുകയാ, മടങ്ങി വന്നിരിക്കുകയാ. അതെ, സഭ ഒരാട്ടിൻകൂട്ടമാണ്. ഞാൻ പറയുന്ന ഓരോ പദത്തിനകത്തെയും കാതലായ ദൂതെന്ന് പറയുന്നത് സഭ പരസ്പരം സഹകരണത്തിന്റെയും പരസ്പരം സ്നേഹത്തിന്റെയും പരസ്പരം കരുതലിന്റെയും ഒന്നിച്ച് എല്ലാത്തിലും ഒന്നിച്ചൊറ്റക്കെട്ടോടെ മുന്നേറുന്നതിന്റെ പേരാണ് സഭ. ആരാധനയിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവരാജ്യത്തിനു വേണ്ടി കൊടുക്കുന്നതിലും സഭയുടെ പ്രവർത്തനങ്ങളിലും സഭ എന്തെല്ലാം ചെയ്യുന്നു അതിലെല്ലാം ഒരാൾ പോലും ഒഴിഞ്ഞു നിൽക്കാതെ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടോടെ തോളോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മാവിൽ പണിതെടുക്കുന്നതിന്റെ പേരാണ് ദൈവസഭ എന്ന് പറയുന്നത്. സ്വത്രം 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 സ്വത്രം. ഹല്ലേലൂയ. സഭ ഒരാട്ടിൻകൂട്ടമാണ്. ചിലർ പറയാറുണ്ട്, സ്തോത്രം, ഇന്ന് വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് ആണെങ്കിൽ ഞാൻ പോകാറില്ല.
ഇന്ന വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് ആണെങ്കിൽ ഞാൻ പോകാറില്ല, ഇന്ന വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് ആണെങ്കിൽ ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കാറില്ല. സ്വത്രം സ്വത്രം സ്വത്രം. ഇത് സഭയുടെ പ്രത്യേകതയല്ല. സഭ കൂട്ടായ്മയാണ്. ഒന്നിച്ച് വളരേണ്ട ഇടമാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹൃദയത്തിനകത്തുള്ള ആ വൈരാഗ്യ ബുദ്ധികളൊക്കെ എടുത്തു കളഞ്ഞ് പരസ്പരം സഹകരണത്തോടെ നാം ഒരാട്ടിൻകൂട്ടമാണ് എന്നുള്ള തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് സഭയുടെ പരമപ്രധാനമായ കാര്യങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വെളിപ്പെട്ടു വരുന്നത്. സഭ ഒരു ആട്ടിൻകൂട്ടമാണ്. അടുത്ത പദത്തിലേക്ക് പോകാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. തിമോഥെയോസ് 3:15. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന സഭ ഒരാലയമാണ്. തിമോഥെയോസ് പറയുകയാണ് സഭ ഒരു ആലയമാണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസനയിൽ നിറഞ്ഞു വരുന്ന ഒരാലയമാണ് സഭ എന്ന് പറയുന്നത്. സഭ ഒരാലയമാണ്, ദേവാലയമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം സ്തോത്രം 4 ചുവരുകൾ കെട്ടിപ്പൊക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ പേരല്ല ആലയം. അവിടെ ദൈവം ഇരിക്കുന്നില്ല. കൈപ്പടിയായി ഉണ്ടാക്കുന്ന മനുഷ്യ നിർമ്മിതമായ ഒന്നിലും കുടിയിരുത്താൻ കഴിയുന്ന ഒരാളുടെ പേരല്ല ദൈവമെന്ന്. അങ്ങനെ കുടിയിരിക്കുന്നവരുമല്ല ദൈവം. അവൻ സർവവ്യാപിയാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവശക്തനാണ്. ഒരു മനുഷ്യനും അവനെ ഒതുക്കാൻ കഴിയത്തില്ല. മനുഷ്യന്റെ ആവശ്യങ്ങൾ അപ്പുറമായി, ചോദ്യങ്ങൾക്കും നിലവുകൾക്കും അപ്പുറമായി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ജ്ഞാനം അത് വിശാലമാണ്. അതുകൊണ്ട് മനുഷ്യനെ കുടിയിരുത്താനോ പിടിച്ചൊതുക്കാനോ കഴിയുന്നവന്റെ പേര് ദൈവം എന്നല്ല. അവൻ മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനാണ്. അവനില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണ്. ഏത് മാറാരോഗത്തെയും സൗഖ്യമാക്കുന്നവനാണ്. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം വെളിപ്പെടുന്ന ഇടമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ആമേൻ സ്തോത്രം. ആലയത്തിനകത്ത് കുടികൊള്ളുന്നവനല്ല ദൈവം, മറിച്ച് അവൻ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വാഴുന്നവരാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിന്ന് പറയാം, സഭ ആലയമാണ്. അതുകൊണ്ടാണ് യേശു കഥ പറയുന്നത്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ആലയം പ്രാർത്ഥിക്കാനുള്ള ഇടമാണ്, അത് പ്രാർത്ഥനാലയമാണ്. ഇന്ന് പകലിൽ മറന്നു പോകരുത്. ദൈവത്തിന്റെ ആലയത്തെ പ്രാർത്ഥിക്കുന്നതിന് പകരം കള്ളന്റെ ഗുഹയാക്കി തീർത്തിരിക്കരുത്, മാറരുത്. ഇന്ന് പല സഭകൾക്കും പുറമെ ബോർഡ് മാത്രമേ ഉള്ളൂ, പേര് മാത്രമേ ഉള്ളൂ. പലതും സഭകളല്ല, കള്ളന്റെ ഗുഹയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളന്റെ ഗുഹയ്ക്കും ദൈവത്തിനും തമ്മിൽ യാതൊരു ബന്ധമില്ല. നിന്റെ ആലയം വഴക്കുണ്ടാക്കാനുള്ള സ്ഥലമാക്കി മാറ്റരുത്. നിന്റെ ആലയം പണപ്പിരിവിനുള്ള സ്ഥലമാക്കി മാറ്റരുത്. നിന്റെ ആലയം പ്രാർത്ഥിക്കുന്ന ഇടമാക്കി മാറ്റണം. അപ്പോഴാണ് നീ ആരാധിക്കുന്നത്, നീ കൂടി വരുന്ന ഇടയം ദൈവത്തിന്റെ ആലയമായി മാറുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിലേക്ക് മടങ്ങി വരുവാൻ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസനയിൽ നിറഞ്ഞു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അടുത്ത പദം 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. കണ്ടോ, നിങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. അതെ, സഭ എന്ന് പറയുന്നത് ഒരു വയലാണ്. നല്ല നിലത്ത് വീണ വിത്തുണ്ട്, പാറപ്പുറത്ത് വീണ വിത്തുണ്ട്, മുള്ളിന്റെ ഇടയിൽ വീണ വിത്തുണ്ട്,
വഴിയരികിൽ വീണ വിത്തുണ്ട്. വഴിയരികിൽ വീണ വിത്ത് കാക്കകൾ കൊത്തിപ്പെറുക്കി കൊണ്ടുപോകുന്നു. മുള്ളിന്റെ ഇടയിൽ വീണ വിത്ത് ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാൻ കഴിയാതെ മുള്ളുകൾ അവയെ ഞെരുക്കിക്കളയുന്നു. പാറപ്പുറത്ത് വീണ വിത്ത് വളരുന്നുണ്ടെങ്കിലും വേരില്ലായികയാൽ സൂര്യന്റെ ചൂടടിക്കുമ്പോൾ കരിഞ്ഞു പോകുന്നു. ആമേൻ. അടുത്ത പദം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നല്ല നിലത്ത് വീണ വിത്ത് അത് 30, 60, 100 മേനിയായി വിളവ് പ്രാപിക്കും എന്ന് പറഞ്ഞാൽ യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം നല്ല ആത്മനിറവുള്ള നല്ല ആരാധനയ്ക്കകത്താണ് നീ ചെന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ 30, 60, 100 മേനിയായി വിളവ് പ്രാപിക്കുന്ന നല്ലൊരു വയലിനകത്താണ് നീ ആയിരിക്കുന്നതെങ്കിൽ ഉറപ്പാണ്, ആമേൻ, സ്തോത്രം, ഒരു വലിയ കൊയ്ത്ത് നിന്റെ അകത്തു നിന്നും വെളിപ്പെടാൻ പോകുകയാ. ആമേൻ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടിയതിനു ശേഷം നീ എത്തപ്പെട്ട സ്ഥലം നിന്നെ മുരടിപ്പിച്ചു കളയുന്ന ഇടമാണെങ്കിൽ നിന്റെ വളർച്ച അവിടെ കൊണ്ട് നിന്നു പോകും. ആമേൻ. ദൈവത്തെ കണ്ടുമുട്ടിയതിന് ശേഷം ആരാധനയ്ക്കായി നീ സെലക്ട് ചെയ്യുന്ന സ്ഥലം, ആമേൻ, 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 സ്തോത്രം, പാറപ്പുറമാണെങ്കിൽ അധിക നാൾ നിനക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല, നീ താണു പോകും. അല്ല, നല്ല നിലമാണെങ്കിൽ ഉറപ്പാണ് സ്നേഹിത, നീ എത്തപ്പെട്ടത് നല്ല നിലത്താണെങ്കിൽ രക്ഷയും സ്ഥാനവും കൃപാവരങ്ങളാൽ 30, 60, 100 മേനിയായി അനേകർക്ക് ഫലവത്താകുന്ന, അനേകരുടെ കണ്ണിലെ കണ്ണുനീർ തുടച്ചു കളയുന്ന, അനേകരുടെ ഹൃദയത്തിലെ ഇരുട്ടുകളെ പുറത്താക്കുന്ന, അനേകരുടെ ഭവനത്തെ അടിച്ചമർത്തിയിരിക്കുന്ന ശാപത്തിന്റെ കെട്ടുകളെ അഴിക്കുന്ന ഒരാത്മകൾ നിന്റെ അകത്തു നിന്നും പുറത്തു വരും. അതുകൊണ്ട് മറന്നു പോകരുത്, സഭ ഒരു വയലാണ്, ഒരു വയലാണ്. മുരടിപ്പിച്ചു കളയുന്ന ഇടമല്ല വയല് എന്ന് പറഞ്ഞാൽ. വയലെന്ന് പറഞ്ഞാൽ വേണ്ടുന്ന വെള്ളവും വളവും കൊടുത്ത് 30, 60, 100 മേനിയായി കൊയ്ത്ത് വെളിപ്പെടുന്ന സ്ഥലത്തിന്റെ പേരാണ് വയല്. നീ ദൈവത്തെ കണ്ടുമുട്ടിയതിനു ശേഷം നീ എത്തപ്പെട്ട സഭ എന്ന വയല്, അത് വയലാണെങ്കിൽ ഉറപ്പാണ് ഫലം നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും. അതേ, ഫലം നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി അധികം ഫലം കായ്പാൻ ദൈവത്തിന്റെ വയലിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ വയൽ എന്ന് പറയുന്നത് സഭയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് എപ്പോഴും വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയിലാണ്. ആമേൻ. ആ ആത്മനിറവിൽ മാത്രമേ നിനക്ക് ഫലം കായ്ക്കാൻ കഴിയൂ. ആത്മനിറവില്ലാത്ത വയലുകളിൽ പോയാൽ അത് വയലല്ല. ചിലത് പാറപ്പുറമായി തോന്നും, ചിലത് മുള്ളിന്റെ ഇടയിൽ വീണ സ്ഥലം പോലെ തോന്നും, ചിലത് വഴിയരികിൽ കിടക്കുന്ന അവസ്ഥ പോലെ തോന്നും. ആമേൻ. രക്ഷിക്കപ്പെട്ടതിനു മുമ്പ് ദൈവവുമായുള്ള ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ് നീ എത്തപ്പെടുന്ന സ്ഥലം പോലെ ഇരിക്കും നിന്റെ വളർച്ചയും. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ചു പറയാം. ദൈവത്തെ കണ്ടുമുട്ടിയതിനു ശേഷം പ്രാർത്ഥനയ്ക്കായി നീ എത്തപ്പെട്ട സ്ഥലം പോലെ ഇരിക്കും. അവിടെയാണ് നിന്റെ അടിസ്ഥാനം, അവിടെയാണ് നിന്റെ ആരംഭം. അത് നല്ല വയലാണെങ്കിൽ ഉറപ്പാണ് ആ വേനാമിൽ ലോകരാജ്യങ്ങൾക്ക് നീ ഒരു അനുഗ്രഹമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അടുത്ത പദം പൗലോസ് പറയുകയാണ്, സഭ ഒരു സൈന്യമാണ്. ഓ സ്വത്രം, സഭ ഒരു സൈന്യമാണ്. സഭ ഒരു കൊച്ചു കാര്യമല്ല. സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം കണ്ടോ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പക്ഷെ ഇന്ന് സഭയ്ക്കകത്ത് വരുന്ന പലർക്കും പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണ്. സ്വത്രം, സ്വത്രം, സ്വത്രം. സഭയ്ക്കകത്ത് വരുന്ന വിശ്വാസികൾക്ക് പാസ്റ്ററോടാണ് പോരാട്ടമുള്ളത്, പാസ്റ്റർക്ക് വിശ്വാസികളോടാണ് പോരാട്ടമുള്ളത്, പരസ്പരം വിശ്വാസികൾ തമ്മിലാണ് പോരാട്ടമുള്ളത്, പാസ്റ്റർമാർ തമ്മിലാണ് പോരാട്ടമുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മറിച്ച് അവരുടെ മേൽ ഭരിക്കുന്ന, അവരെ അടക്കി വരുന്ന ദുരാത്മ മണ്ഡലങ്ങളോടാണ് നമ്മുടെ പോരാട്ടമുള്ളത്. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് അന്യനം പോരടിക്കാനിരിക്കുന്ന സ്ഥലം അല്ല സഭ. അതല്ല സഭ, മറിച്ച് ഐക്യത്തോടെ നിന്ന് ശത്രുവിനെ തുരത്തേണ്ട സ്ഥലമാണ് ദൈവസഭ. പല സഭകളിലും ഐക്യതയില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? പല സഭകളിലും വിശ്വാസികൾ തമ്മിലടിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? പല സഭകളിലും ദൈവദാസനും വിശ്വാസിയും ദൈവദാസനും തമ്മിലടിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. സഭ സൈന്യമാണെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ പിശാചിന് ഒരു കാര്യം അറിയാം, ഈ സഭ ഒന്നിച്ചു
ഒന്നിച്ചു നിന്നാൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും. ദേശാധിപതി ശക്തികളെ ഇടിച്ചു കളവാൻ ഈ സഭയ്ക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഭയ്ക്കകത്ത് വാണരുളുന്ന സമാധാനത്തെ എടുത്തു കളയുമ്പോൾ കലഹത്തിന്റെ ആത്മാവ് ജനത്തിന്റെ മേൽ കുടികൊള്ളും. കലഹത്തിന്റെ ആത്മാവ്, ഭിന്നതയുടെ ആത്മാവ് ജനത്തിന്റെ മേൽ കുടികൊണ്ട് പരസ്പരം പോരിനായി വിളിക്കപ്പെട്ടതുപോലെ, പരസ്പരം വാശിക്കായി വിളിക്കപ്പെട്ടതുപോലെ ഒരാൾ സാക്ഷ്യത്തിന് എഴുന്നേറ്റ് നിന്ന് 5 മിനിറ്റ് എടുക്കുമ്പോൾ അടുത്ത ആളിന്റെ ഇരട്ടി മിനിറ്റ് എടുക്കുന്നു. ഇങ്ങനെ പരസ്പരം വാശിയോടെ ചെയ്യുന്ന ഒരു വാശിയേറിയ മത്സരക്കളമായി സഭകൾ അതപ്പതിച്ചു കൊണ്ടിരിക്കുക. മറന്നുപോകരുത്, സഭ സൈന്യമാണ്. ഒന്നിച്ച് നിന്നെങ്കിലേ ആ സൈന്യം വിജയിക്കൂ. ഒന്നിച്ച് നിൽക്കാത്തിടത്തോളം കാലം 100 പേരുണ്ട്, 99 പേരും ഒരാത്മാവാണ്. ഒരാൾ വേറെ ആത്മാവാണെങ്കിൽ പണി നടക്കത്തില്ല. 100 പേരും ഒരാത്മാവിൽ തന്നെ പോരാടിയെങ്കിൽ മാത്രമേ ശത്രുവിനെ തുരത്താൻ കഴിയൂ, എരിഹോവിന്റെ മതിലുകളെ തകർക്കാൻ കഴിയൂ, സെരുബ്ബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതത്തെ ഇടിച്ചു കളവാൻ കഴിയൂ. ഇന്ന് പകൽക്കാലം ഒറ്റയ്ക്ക് ഒന്നിച്ച് ആർപ്പിടാൻ ദൈവസഭകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഉത്ബോധിപ്പിക്കുക. നിങ്ങളുടെ സഭയ്ക്കകത്ത് വഴക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ സഭയ്ക്കകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അതിനെ ഒഴിച്ചു കളയുക. ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നതല്ല ദേശാധിപതി അവൻ സഭയ്ക്കകത്ത് കൊണ്ടിടുന്ന ഭിന്നതയുടെ ആത്മാവിനെ, അവൻ ശത്രു കൊണ്ടിടുന്ന അപവാദത്തിന്റെ ആത്മാവിനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ആരാധിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അതിനെ പുറത്താക്കി സഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ മടക്കി പ്രാപിച്ച സഭയൊരു സൈന്യമായ ഒരാത്മാവിൽ ഐക്യതയോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ആമേൻ ശത്രു തുരത്തി ഓടുന്നത്, ശത്രുവിന് നിൽക്കാൻ കഴിയാത്തത്. മറന്നു പോകരുത്, സഭ ഒരു സൈന്യമാണ്. ഞാൻ നിങ്ങളോട് പറയാം, സഭ ഒരു സൈന്യമാണെങ്കിൽ ദാവീദിന്റെ ഭാഷയിൽ ആമേൻ ലോകം മുഴുവനും എനിക്കെതിരെ വന്നാലും എന്റെ സഭയ്ക്കകത്ത് വെളിപ്പെട്ടത് 2 പേരെ ഉള്ളെങ്കിലും 200 പേരെ ഉള്ളെങ്കിലും 2000 പേരെ ഉള്ളെങ്കിലും 2 ലക്ഷം പേരെ ഉള്ളെങ്കിലും 2 കോടി ജനമേ ഉള്ളെങ്കിലും ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ ലോകരാജ്യങ്ങൾ മുഴുവനും എനിക്കെതിരാണെങ്കിലും ഈ ഭൂമി അതിന്റെ പൂർണ്ണത മുഴുവനും എനിക്കെതിരാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു സഭ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും ഒരാളെയും ഒന്നും ചെയ്യാൻ സാധിക്കയില്ല. ആരാധിക്കുന്ന ഒരു സഭ കൂടെ ഉണ്ടെങ്കിൽ ഒരു പിശാചിനും നിന്റെ കുടുംബത്തിനകത്ത് കയറാൻ സാധിക്കത്തില്ല. അവൻ ആരാധിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ കോട്ടകളെ തകർപ്പാൻ ആ സഭയ്ക്ക് സാധ്യമാണ്. അവൻ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ, ഉപവസിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ ദേശത്തെ പോരടിക്കുന്ന ദേശാന്ധകാര മണ്ഡലങ്ങളെ അരിച്ചു മാറ്റി സഭ അവൻ ദേശത്ത് വളരട്ടെ. അതാണ് സഭയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഒരു ദേശത്ത് ഏതെങ്കിലും മൂലയിൽ ഒരു സഭയല്ല, അതിനെ സഭ എന്ന് പറയത്തില്ല. സഭ അധികാരം തിരിച്ചറിയുക, ആ ദൈവിക അധികാരത്തിലേക്ക് സഭ മടങ്ങി വരിക. അതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. സഭ ഒരു ദേശത്തൊരു മൂലയിലല്ല, ഒരു ദേശം സഭയാകുന്നതിന്റെ പേരാണ് സഭ എന്ന് പറയുന്നത്. ദേശത്തൊരു സഭയുണ്ട്, പക്ഷേ ദേശാധിപതി പറയുന്നത് ദേശത്ത് സംഭവിക്കത്തുള്ളെങ്കിൽ നിന്റെ സഭ കൊണ്ട് യാതൊരു പ്രയോജനമില്ല, പൂട്ടിക്കെട്ടി അടുത്ത പണിക്ക് പോകുന്നതാണ് നല്ലത്. പക്ഷേ സഭയെ ദൈവത്തിന്റെ ദേശത്ത് നട്ടതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ദേശത്ത് കുടികൊള്ളുന്ന അന്ധകാര മണ്ഡലങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് ആ ദേശത്ത് വാണരുളാനാണ് ദൈവം തന്റെ സഭയെ ആക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഭ പറയുന്നതേ ദേശത്ത് നടക്കൂ, സഭ പറയുന്നതേ ദേശത്ത് വെളിപ്പെടൂ. അല്ലാതെ ഒരു അന്ധകാരവും ദേശത്ത് ചലിക്കത്തില്ല. അതിന്റെ പേരാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവിക സഭയിലേക്ക് മടങ്ങി ഒരു പദം കൂടെ പറഞ്ഞിട്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-16 വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. ദൈവത്തിന്റെ മഹത്വം. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയുകയില്ല, തണ്ടിന്മേലത്രേ വെക്കുന്നത്. ഇവിടെ സഭയെ കുറിച്ച് പറയുന്നത് സഭ ഒരു വിളക്കാണ്. അതെ, സഭ ഒരു വിളക്കാണ്. ഒരു ദേശത്തിന്റെ വിളക്കെന്ന് പറയുന്നത് ആ ദേശത്തിലെ സമ്പന്നന്മാരുടെ എണ്ണമല്ല. ഒരു ദേശത്തിന്റെ വിളക്കെന്ന് പറയുന്നത് ആ ദേശത്തുണ്ടാകുന്ന പുരോഗമനങ്ങളല്ല.
ഒരു ദേശത്തിന്റെ വിളക്കെന്ന് പറയുന്നത് ആ ദേശത്ത് വെളിപ്പെടുന്ന ഏതെങ്കിലും അനുഗ്രഹമോ നന്മകളുടെയോ കേദാർ കൂടാരങ്ങളല്ല. അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ വിളക്കെന്ന് പറയുന്നത് നൂറുകണക്കിന് സ്തോത്രം പള്ളികളുള്ളതല്ല. മറിച്ച് ദേശത്തിന്റെ വിളക്കെന്ന് പറയുന്നത് ദൈവസഭയാണ്. അത് ഒന്നേ ഉള്ളെങ്കിലും പത്തേ ഉള്ളെങ്കിലും രണ്ടേ ഉള്ളെങ്കിലും ഒരു ദേശത്തിന്റെ വിളക്ക് ദൈവസഭയാണ്. അന്ധകാരം കൊണ്ട് മൂടപ്പെട്ട ഈ ലോകത്തിൽ സത്യവെളിച്ചമെന്ന ദൈവിക സുവിശേഷത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ്, ദേശത്തോട് വിളിച്ചു പറഞ്ഞ്, ദേശത്തിലുള്ള സകല അന്ധകാരത്തെ മാറ്റി ദേശത്തെ സത്യവെളിച്ചത്തിലേക്ക്, ജനത്തെ സത്യവെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പേരാണ് ദൈവസഭ എന്ന് പറയുന്നത്. ലോകത്തിൽ നന്നായി ജീവിച്ച് അന്ധകാരത്തെ പുറത്താക്കുന്നതാണ് സഭ എന്ന വിളക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. ലോകത്തിൽ നല്ല സാക്ഷ്യമുള്ളവരായി ജീവിച്ച് ദേശം നമ്മെ കണ്ട് പഠിച്ച് അന്ധകാരത്തെ ദേശത്തിൽ നിന്ന് തുരത്തി ഓടിക്കുന്നതിന്റെ പേരാണ് ദൈവസഭ എന്ന് പറയുന്നത്. പല വിളക്കുകളും കെട്ടുകൊണ്ടിരിക്കുകയാണ്. പേരിന് മാത്രം വിളക്കുണ്ട്. വിളക്കുണ്ടെന്നേ ഉള്ളൂ, വിളക്ക് കത്തുന്നില്ല. വിളക്കുണ്ടായിട്ട് കാര്യമില്ല, കത്തണം. ചില വിളക്കുകൾ ആരംഭകാലങ്ങളിൽ നന്നായി കത്തിയതാ, നന്നായി ദേശത്തെ ഇളക്കി മറിച്ചതാ. ഒരാൾക്ക് പോലും മറത്തു പറയാൻ കഴിയാത്ത അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും പല വിളക്കുകളും നന്നായി കത്തി തുടങ്ങിയതാ. പക്ഷെ ഇവിടെയൊക്കെയോ ശത്രു കൊണ്ട് വിതച്ച കളകൾ, ശത്രു കൊണ്ട് വിതച്ച അന്ധകാര മേഖലകൾ സഭകളെ ചിഹ്നിച്ചു തെറിച്ച് പല ഡിവൈഡുകളാക്കി അതിനെ മാറ്റി പല വഴിക്കായി സഭയും സഭ വിശ്വാസികളെയും ചിതറിച്ചു കളഞ്ഞ് പാസ്റ്റർമാർ തമ്മിൽ വഴക്കായി, വിശ്വാസികൾ തമ്മിൽ വഴക്കായി വല്ലാത്ത തലത്തിലേക്ക് സഭയെ കൊണ്ടുപോയതിന്റെ കാരണം സഭ വിളക്കായിരുന്നു, കത്തിക്കൊണ്ടിരുന്നതായിരുന്നു. പിശാച് എവിടെയോ കയറി പ്രവർത്തിച്ചിരിക്കുകയാണ്. പല സഭകളുടെ മുമ്പിൽ ബോർഡുണ്ട് സഭയാണെന്ന്, പക്ഷെ കയറി ചെല്ലുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ സഭയല്ല എന്ന് പറഞ്ഞാൽ പലയിടങ്ങളിലും വിളക്കുണ്ട്, വിളക്ക് കത്തൊന്നില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ദേശത്ത് ഒരുപക്ഷെ 10, 15, 20 സഭകൾ ഉണ്ടായേക്കാം. ഈ കാലയളവിൽ സഭകൾക്ക് ഒരു ക്ഷാമവുമില്ല. ആമേൻ ആമേൻ. ഒരു സഭയിൽ നിറങ്ങി അടുത്ത കാലെടുത്ത് വെക്കുന്നത് വേറൊരു സഭയിലേക്കാ. അതുപോലെ സഭകൾ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. സഭകൾ പെരുകുന്നത് നല്ലതാണ്, പക്ഷെ ഒറ്റ കാര്യം, സഭയുടെ വിളക്ക് കത്തുന്നുണ്ടോ എന്നതിലാണ് കാര്യം. സഭയിൽ ആള് കൂടുന്നതും നല്ലതാണ്, പക്ഷേ സഭയുടെ വിളക്ക് കെട്ടുപോയാൽ ആള് കൂടിയിട്ടും സ്തോത്രം 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 വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടായിട്ടും കാര്യമില്ല. സഭ എന്ന വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. പഴയ നിയമത്തിനകത്ത് പറയുന്നു, വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കട്ടെ. അണഞ്ഞു പോകാനുള്ള വിളക്കല്ല സഭ, കെട്ടുപോകാനുള്ള വിളക്കല്ല സഭ. കത്തിച്ചവൻ തന്റെ പ്രവൃത്തി അവസാനിപ്പിക്കുന്നത് വരെ, ഒന്നുകൂടെ ആവർത്തിക്കാം, കത്തിച്ചവൻ തന്റെ മടങ്ങി വരവ് വരെയും ആർത്തി കത്തിക്കൊണ്ടിരിക്കണം. അതാണ് പരിശുദ്ധാത്മാവ് നിന്നിലൂടെ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവസഭ ഒരു കുടുംബമാണ്, ദൈവസഭ ഒരു കൂട്ടായ്മയാണ്, ദൈവസഭ ഒരു ശരീരമാണ്, ദൈവസഭ ഒരു വീടാണ്, ദൈവസഭ ഒരു സ്കൂളാണ്, ദൈവസഭ ഒരാട്ടിൻകൂട്ടമാണ്, ദൈവസഭ ഒരാലയമാണ്, ദൈവസഭ ഒരു വയലാണ്, ദൈവസഭ സ്തോത്രം, ദൈവസഭ ഒരു സൈന്യമാണ്, ദൈവസഭ ഒരു വിളക്കാണ്. മറന്നുപോകരുത്, മറന്നുപോകരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം.